എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് കയറിയപ്പോൾ അതിനകത്ത് ഗുമസ്തനാണ് ഫസ്റ്റിൽ കിടക്കുന്ന മൂവി. നമ്മൾ ഒരു ആവശ്യമില്ലാതെ ടോയ്ലറ്റിൽ പോയി ഇടയ്ക്ക്, കാരണം വെച്ചാൽ ഇതിപ്പോൾ പടം ഓടിക്കൊണ്ടിരിക്കുകയുള്ളൂ ഫ്ലൈറ്റിൽ. എല്ലാവരും വെറുതെ അവിടെ പോയിട്ട് തിരിച്ചു ഇടയ്ക്കൊന്ന് വെറുതെ ഒരു ആവശ്യമില്ലാതെ. അപ്പോൾ അവർ വിചാരിക്കും ഇവരെന്തിനും ഈ ആവശ്യമില്ല ടോയ്ലറ്റ്. ലാലേട്ടന്റെ ശബ്ദം എടുക്കാം അല്ലെങ്കിൽ ലാലേട്ടന്റെ ഇത് ചെയ്യാം എന്നൊക്കെ തോന്നുന്നത് അതിന്റെ തുടക്കം എവിടെ നിന്ന്? കൂടെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ വരുമ്പോൾ ആരെങ്കിലും ഒരാളെ ടാർഗറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ശരി എന്നാൽ പിന്നെ ഒന്ന് പെർഫോം ചെയ്ത് കളയാണ്ട് ഒരു സ്റ്റേജിൽ ആദ്യമായി ഞാൻ ഇത് പഠിച്ച് ഞാൻ ഒരു ഡയലോഗ് പ്രസൻറ്റ് ചെയ്ത സമയത്ത് മോമൻസ് ഉള്ള സിനിമ കൊടൈക്കനാൽ, അത് ചാക്കോച്ചനും ബിജുമേനോനാണ് ഹീറോസ്. എൻ്റെ ക്യാരക്ടർ വെച്ചാൽ തള്ളുന്ന ഒരു സ്ഥിരമായിട്ട് സ്വന്തം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് വലുത്, കൂളിംഗ് ഗ്ലാസ് വെച്ച് ഞാൻ നിൽക്കുന്നത് എൻ്റെ കടയുടെ മുമ്പിൽ തന്നെ. എൻ്റെ ഫ്ലക്സ് ടെക്സ്റ്റൈൽസിൽ കാറിൽ ബിജുമേനോനും ചാക്കോച്ചനും ഞാൻ ഒന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വരുമ്പോൾ ഭയങ്കര കയ്യടിയായി. ഈ തമിഴ് ആൾക്കാർ വിചാരിക്കുന്നത് ഞാനാ ഹീറോ എന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ ഇവരെല്ലാവരും എന്നെ നോക്കൊരു കാര്യമില്ല. കോളേജ് ക്യാമ്പസ് സിനിമ പോലെയാണ് നമുക്ക് മനസ്സിലായത്. വാട്ട് ഈസ് ഇറ്റ് എക്സാക്ട്ലി? ത്രില്ലർ അല്ല, ഇത് ആക്ച്വലി ഒരു ഫീൽ ഗുഡ്, ഒരു ലൈറ്റ് ഹ്യൂമർ പോകുന്ന ഒരു കഥയാണ്. ഓ, അങ്ങനെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. ഒരു സീരിയസ് ആ ഏരിയയിൽ എത്തിയിട്ടില്ല. ക്യാമ്പ് ഷൂട്ടിങ്ങിലായിരുന്നു. എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. ഞാൻ ആ കുട്ടീനെ ഇംപ്രസ് ചെയ്യാൻ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കൾക്ക് ആർക്കും അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു. ഒറ്റ വ്യത്യാസം എന്താ വെച്ചാൽ ക്ലാസ്മേറ്റ്സിൽ ആഘോഷത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ നമ്മൾ സംസാരിക്കുക. ആഘോഷത്തിന്റെ ഡയറക്ടർ ആൻഡ് അതിലെ ആക്ടേഴ്സ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ടീം ആഘോഷം, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. ഷാജോട്ട് എങ്ങോട്ടേ നോക്കിയിരിക്കുന്നത്? ഞാൻ ഈ വെൽക്കം ഒക്കെ പറഞ്ഞു കേട്ടോ. അല്ല, അത് അവിടെയല്ല ക്യാമറ. എവിടെ? ആ ഭാഗത്ത് നോക്കിയിട്ടല്ലേ പറഞ്ഞു? അല്ല, അത് ഞാൻ ഇങ്ങോട്ട് നോക്കിയായിരുന്നു. പെട്ടെന്ന് വരുന്നത്. വെൽക്കം. ഓക്കെ, ആഘോഷത്തെ കുറിച്ച് ഒഫീഷ്യലി സംസാരിക്കുന്നതിന് മുമ്പ് എക്കോഡ് ആഘോഷമൊക്കെ എവിടെ വരെ എത്തി? എക്കോഡ് ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രൊമോഷൻസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. എല്ലാം തിയേറ്റർ വിസിറ്റുകൾ. ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി ദുബായിലൊരു പ്രൊമോഷൻ നടത്തി. അങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. സന്തോഷം. സിനിമ നമ്മൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും സിനിമ ചെയ്തപ്പോഴും ഒക്കെ ഒരു ലെവൽ ഓഫ് സക്സസ് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. അതിന്റെ എത്ര മടങ്ങുണ്ട് ഇപ്പൊ കിട്ടുന്നൊരു സാധനം? ലെവൽ ഓഫ് സക്സസ്, നമ്മൾ ആ പടം വിജയിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. വിജയിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ ഇത് ലെവൽ എന്നുള്ളത് നമ്മൾ അറിയുന്നില്ലല്ലോ. ഇതൊരു പുതുമയായിരുന്നു. ഈ ജനങ്ങൾ വീണ്ടും അത് പടം കാണാൻ പോകുന്നു, റീവാച്ച് ചെയ്യുന്നത് കുറേ ഭയങ്കര ഒരു അതിശയം. ചിലപ്പോൾ 2-3 തവണയൊക്കെ റീവാച്ച് ചെയ്ത് പലരും പറയുണ്ടായി. ദാറ്റ് വാസ് സംതിങ് ന്യൂ ഫോർ us. നമ്മൾ വിചാരിച്ച് ചിലപ്പോൾ ഹിറ്റാകുമ്പോൾ വേറെ അധികം ജനങ്ങൾ ഓരോരോ തവണ കാണുക. അത് മാത്രമല്ലാണ്ട് റീവാച്ച് ചെയ്യുന്നു. ഒരു മെൻ്റൽ വർക്ക് അവർക്ക് ഇഷ്ടമായിട്ടാണല്ലോ അത് ചെയ്യണത്. അല്ലെങ്കിൽ ഇപ്പോൾ സ്ട്രെയിനും സ്ട്രെസ്സാണെങ്കിൽ വീണ്ടും പോയി കാണില്ലല്ലോ പടം. അപ്പോൾ അത് ഞങ്ങൾക്കൊരു പുതുമയായിരുന്നു. നിങ്ങൾക്ക് ഇത് ചെയ്ത ആളുകൾക്കുണ്ടല്ലോ, അതായത് നമ്മൾ കണ്ട ആളുകൾക്ക് നമുക്ക് കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഫസ്റ്റത്തെ ടൈം കണ്ടു കഴിയുമ്പോൾ. നിങ്ങൾക്ക് ഇത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ അഭിനയിക്കുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, വി ഹാഡ് ലോട്ട് ഓഫ്. ഇപ്പോൾ വായിക്കുമ്പോൾ തന്നെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ചിലവരത് ഫുൾ സ്ട്രെച്ചിൽ വായിച്ച് ചിലതൊക്കെ മനസ്സിലാക്കിയിരുന്നു. പിന്നീടാണ് അറിയണത് മനസ്സിലാക്കിയതല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഡൗട്ട് ഇങ്ങനെ ചില സമയത്ത് അടിക്കുമല്ലോ. അപ്പം നമ്മൾ തിരിച്ച് വീണ്ടും പേജസിലേക്ക് പോയി വീണ്ടും ഒന്ന് കറക്റ്റ് വായിക്കും. ഓ, ഇത് ഇങ്ങനെയാണ്, അപ്പോൾ അത് അങ്ങനെയാവാം. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇത് സ്ക്രിപ്റ്റിങ്ങിൽ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അത് ആ ഇൻ്റലിജൻറ്റ് റൈറ്റിംഗ് കാരനാണ്. അത് റെയറായിട്ടാണ് അങ്ങനെ ഒരു ഇത് വരാറ്. പിന്നെ അത് ഈ പറഞ്ഞ പോലെ പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഹിറ്റ് ആയതുകൊണ്ട് ഇപ്പം ഇതൊക്കെ പറയാം. അല്ലായിരുന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? അപ്പൊ ഞാൻ ഈ ചോദ്യം പോലും ചോദിക്കില്ലല്ലോ. ഇത് നമ്മൾ എന്താ ചോദിച്ചേ? പോയിന്റ്. ഒരുപാട് റിവ്യൂസും കമന്റ്സും ഒക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു കോൾ, ഒരു കമന്റ് ടു ചെറിഷ് ഫോർ എ ലൈഫ് ടൈം എക്കോയെ കുറിച്ച് വന്നത് ഏതായിരുന്നു? എനിക്ക് പലതും പറഞ്ഞതെന്ന് വെച്ചാൽ മലയാളത്തിൽ നിന്ന് എപ്പോഴും നമ്മൾ സജീവമല്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴെങ്കിലുമാണ് വരുമ്പോൾ പറ്റുന്നത് മോശമല്ലാത്ത പടങ്ങൾ ചെയ്യാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ പലരും പറഞ്ഞതെന്ന് വെച്ചാൽ ഏറ്റവും കേട്ടിട്ടുള്ള കാര്യം വളരെ പവർഫുള്ളായ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ വളരെ മനസ്സിൽ നിൽക്കാവുന്ന ഒരു ക്യാരക്ടർ കുറേ നാളിന് ശേഷമാണ് നരേൻ ചെയ്തിരിക്കുന്നത്. വളരെ നന്നായി നിങ്ങളെ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തു. അത് ആൻഡ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫിലിം ഫോർ യു എന്നുള്ള രീതിയിലത്തെ ഒരു കാര്യമാണ്. ഫിലിമോഗ്രഫിയിൽ ഭയങ്കര പ്ലേസ് ഉള്ളൊരു സിനിമയാണ്. ഇറ്റ് വാസ് എ റിയലി ഗുഡ് സിനിമ കേട്ടോ. അമലിന്റെ സിനിമയിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അമലിന്റെ സിനിമയിൽ എന്തായാലും ബൈ ഡിഫോൾട്ട് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്ന. ഇപ്പൊ ഷാജേട്ടനൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. നരേൻ എങ്ങനെയായിലേക്ക് വന്ന്? നരേൻ ഭായി എങ്ങനെ വന്നു വെച്ചാൽ ആക്ച്വലി എൻ്റെ പ്രീവിയസ് പടം ഗുമസ്ത എന്നൊരു പടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്നോട്ട് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം നമുക്ക് നരേൻ ഭായിയുടെ നമ്മളിപ്പം ക്ലാസ്മേറ്റ്സ് ഒക്കെ പണ്ട് എത്രയോ പടങ്ങൾ ഇദ്ദേഹത്തിന് ഹിറ്റ് പടങ്ങളുണ്ട്. അപ്പം അന്നൊക്കെ നമ്മൾ എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് നമ്മളെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്താൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്റ്റാർഡ് ചെയ്യേണ്ട ആളാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഗംസലിൽ വന്നിട്ട് ഞങ്ങൾ ആ പടം കുറച്ച്
വേറെ ലെവലിലേക്ക് ആ പടം എത്തി. അന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പിൽ ഇപ്പോൾ ഞങ്ങൾ അടുത്തൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളുടെ മൈൻഡിലേക്ക് വന്നു, അതായത് ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് മാത്രമല്ല ആ ക്യാരക്ടർ നരേൻ ഭായിക്ക് ആപ്റ്റായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഞങ്ങൾ സ്ക്രിപ്റ്റ് ഫോം ചെയ്തതിന് ശേഷം ഞങ്ങൾ ആര് ചെയ്യുന്നുള്ള പോയിന്റ് എത്തിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് വന്നൊരു പേര് നരേൻ ഭായിയുടെയാണ്. അപ്പോൾ അത് മാത്രമല്ല ക്ലാസ്മേറ്റ്സിന് ശേഷം നരേൻ ക്യാമ്പസിലേക്ക് വരാന്നുള്ളൊരു പോയിന്റ് നമുക്ക് ഭയങ്കര അതുണ്ടല്ലോ. അതിന്റെ കുറെ പോസ്റ്റുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ജനറേറ്റർ റൂമിൽ കയറിയില്ലായിരുന്നെങ്കിൽ ആഘോഷത്തിന്റെ ലുക്ക് പ്രൊഫസറായിട്ട്. അത് എനിക്കൊന്ന് കോളേജ് ക്യാമ്പസും പ്ലസ് നരേൻ പ്രസൻസും അതും ഒരു ഫോർമുലയാണ്. പിന്നെ ഡെഫിനറ്റ്ലി അപ്പോൾ അത് അദ്ദേഹം ഗംഭീരമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഈ പടത്തിലും ഗുമസ്തം പോലെ തന്നെ അതിലിരട്ടി നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടെ വന്നുകൊണ്ട് ഈ പടം ഈ ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റി. ഡെഫിനറ്റ്ലി എക്കോടെ വിജയത്തിന് ശേഷം, എക്കോടെ ആഘോഷത്തിന് ശേഷം ആഘോഷം ആഘോഷിക്കാൻ വിചാരിക്കുന്നു. അങ്ങനെ ആവട്ടെ. പാട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊരു ആഘോഷമായിട്ടാണ്. അത് കുറേ ആൾക്കാരുണ്ട്, ഓരോ സീൻ കാണിക്കുമ്പോഴും കുറേ ആൾക്കാരുണ്ട്, കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കോളേജ് ക്യാമ്പസ് സിനിമ പോലെയാണ് നമുക്ക് മനസ്സിലായത്. വാട്ട് ഇസ് ഇറ്റ് എക്സാക്ട്ലി? അത് ആ ഫീൽ പോലെ തന്നെ ഒരു കോളേജ് സബ്ജക്റ്റ് തന്നെയാണ്. ഒരു എന്താ പറയുന്നത്, ഒരു ക്യാമ്പസിലേക്ക് ശരിക്കും നമുക്ക് അടിച്ചു പൊളിച്ചൊരു വൈബ് അടിക്കാൻ പറ്റുന്ന ഒരു കോളേജ് പരിപാടി തന്നെയായിരിക്കും ആഘോഷം. ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻ എന്ന ടാഗ് ലൈൻ, ആ ടാഗ് ലൈൻ പോലെ തന്നെ ഒരു സെലിബ്രേഷൻ മൂഡ് തന്നെയായിരിക്കും ആഘോഷം. ക്രിസ്മസിനൊരു സെലിബ്രേഷൻ അല്ലേ? ഞങ്ങൾ സ്റ്റുഡൻസ് അല്ല കേട്ടോ, അവിടേക്ക് എത്തിയിട്ടില്ല. ഞങ്ങൾ സ്റ്റുഡൻസ് വരെ ആയിട്ടില്ല. അവിടെ തന്നെ നടത്തുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് CBSE കുട്ടികൾ. സത്യത്തിൽ ആരാ പറ? ഈ പറഞ്ഞ പോലെ തീരെ താല്പര്യമില്ലാതെ ഒരു സബ്ജക്ട് പഠിപ്പിക്കുന്ന ഒരു മാഷാണ്. ആ സബ്ജക്ടിന്റെ പേര് പോലും ശരിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു മാഷാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. അതുകൊണ്ട് സ്റ്റാറ്റി എന്ന് മാത്രം പറഞ്ഞു നടക്കുന്നത്. സ്റ്റാറ്റി പഠിപ്പിക്കുന്ന പ്രൊഫസർ ആഘോഷത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പ്രൊഫസർ എന്നൊക്കെ പറയുമ്പോ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അത് നമ്മള് പിന്നെ നരേന്റെ ഒരു ബലത്തില് നരേൻ വരുമ്പോ ഒരു കറക്റ്റ് ഒരു സ്കൂൾ പ്രൊഫസറായിട്ട് ലുക്കിലാണ് വരുന്നത്. അപ്പൊ കൂടെ അങ്ങ് സഞ്ചരിച്ച്. പക്ഷെ അല്ല, ക്യാരക്ടറിന്റെ നടനാണല്ലോ സിനിമയില്. പക്ഷേ നരേൻ ഭായിനെ കണ്ടു കഴിഞ്ഞാൽ ക്ലാസ്മേറ്റ്സിന് മുരളിനേക്കാളും യങ്ങായിട്ട് ഫീൽ ചെയ്യും ആഘോഷത്തിൽ. അത് കുറച്ച്. പിന്നെ നമ്മളിതിന്റെ പ്രൊമോഷന് നമ്മളെ അത്യാവശ്യം ഇങ്ങനെ പ്രൊമോഷൻ പരിപാടികൾക്ക് പോകുമ്പോഴേ നരേൻ ചെല്ലുമ്പോൾ കോളേജിൽ ഭയങ്കര ഓളാണ്. അപ്പം ഞാൻ ആ കോളേജിൻ്റെ ഇതിനു മുമ്പുള്ള ചെയ്ത വേഷത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മളിപ്പോഴും വർഷങ്ങൾക്ക് ശേഷമാണെന്ന് ഓർക്കണം. അപ്പം നമ്മൾ പ്രായവും നമ്മുടെ ക്യാരക്ടർ എല്ലാം മാറി മാറി വരാണ്. പക്ഷേ കോളേജുകൾ ഇന്നും പോകുമ്പോൾ അവിടുത്തെ ഒരു വെൽക്കം ചെയ്യുന്ന രീതി ഞാനിപ്പോൾ അടുത്ത ഒരു കോളേജിൽ പോയപ്പോഴേ കണ്ടത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് മുന്നിൽ നിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ഹീറോ പുള്ളി തന്നെയാണ്. ഞങ്ങളുടെ മുന്നിൽ നിർത്തുന്ന ആയുധമാണ് അല്ല ഇപ്പോഴും ഈ അതൊക്കെ ഭയങ്കര ആസ്വദിച്ച് അതിന്റെ പുറകിൽ നിന്നാൽ മതിയല്ല. ക്ലാസ്മേറ്റ്സ് ഹാങ് ഓവറിൽ ഇപ്പോഴും അവരെല്ലാവരും അത്രയും ജനങ്ങളിലേക്ക് എത്തിയൊരു പടമാണത്. ക്ലാസ്മേറ്റ്സും മുരളിയും അല്ലേ? അത് നമ്മൾ സ്റ്റാറ്റി പ്രൊഫസറിനെ കുറിച്ച് പറഞ്ഞില്ല. വലിയ ക്യാരക്ടറല്ല, പക്ഷെ ഞാൻ ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമ ചെയ്തു. ഞങ്ങൾ 3 അതിൽ ആക്ച്വലി നമുക്ക് കിട്ടിയ ഏറ്റവും എടുത്തു പറയേണ്ട അല്ലെങ്കിൽ പടം ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഇത് നരേൻ എന്ന് പറയുന്ന ഒരു ആക്ടറിനെയാണ് നമുക്ക് ആ പടത്തിൽ കിട്ടിയത്. ബാക്കി ഞങ്ങളെല്ലാം വളരെ ചെറിയ ഒരു ആർട്ടിസ്റ്റ്. അതിൽ ദിലീഷ് പത്ത് മാത്രമാണ് എനിക്ക് തോന്നുന്നു 2 ദിവസം നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുത്തു കാണിക്കാൻ ആരുമില്ല. അപ്പോൾ ആ സിനിമ നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ റീച്ചായി, എല്ലാവരും കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ. എല്ലാവരും കണ്ടു എന്നുള്ളത് നമ്മളിപ്പോൾ ഹിറ്റെന്നോ അങ്ങനെയൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ ഗുമസ്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് കയറിയപ്പോൾ അതിനകത്ത് ഗുമസ്തനാണ് ഫസ്റ്റിൽ കിടക്കുന്ന മൂവി. അപ്പം നമുക്ക് എല്ലാവരും പലരും കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ആവശ്യമില്ലാതെ ടോയ്ലറ്റിൽ പോയി ഇടയ്ക്ക്, കാരണം വെച്ചാൽ ഇതിപ്പോൾ പടം ഓടിക്കൊണ്ടിരിക്കുകയുള്ളൂ ഫ്ലൈറ്റിൽ. എല്ലാവരും വെറുതെ ഒന്ന് അവിടെ പോയിട്ട് തിരിച്ചു വരും എന്ന് വെച്ചാൽ കുറച്ച് നല്ല വേഷമാണ്. അപ്പം നമ്മൾ വെറുതെ ഒരു ആവശ്യമില്ലാതെ അപ്പോൾ അവർ വിചാരിക്കും ഇവരെന്തിന് ഈ ആവശ്യമില്ല ടോയ്ലറ്റിൽ പോകും. അതും ബെൽറ്റ് ഇടാൻ പറയുന്ന സമയത്ത് ഇറങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പം നമുക്കതൊക്കെ വലിയ സംഭവമാണ് നമുക്ക് കിട്ടുന്ന വേഷങ്ങളിലെല്ലാം. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പക്ഷേ ഇതിൽ ഞാൻ പറയും, ഇതിൽ പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മാഷും കൂടിയാണ് ഇങ്ങേർക്ക്. ഒരു സിനിമാ മോഹം, അത് പറയാലോ. അതെ തീർച്ചയായും. സിനിമാ മോഹമുള്ള ഒരാൾ അയാൾക്ക് ആക്ച്വലി കുട്ടികളെ പഠിപ്പിക്കലല്ല, കുട്ടികളെ വെച്ചുകൊണ്ട് ഇയാൾ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നൊരു വിഷയമായിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു വളരെ പാവപ്പെട്ട മനുഷ്യനായതുകൊണ്ട് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പ്രൊഫസർ. അപ്പം ഞാൻ ഓൾറെഡി പറയുമ്പോഴൊക്കെ വെറുതെ തള്ളിക്കൊണ്ടിരിക്കും. അല്ല ശരിക്കും മിക്കവാറും എല്ലാ കോളേജിലും അങ്ങനെ ഒരു പ്രൊഫസർ ഉണ്ടാവും അല്ലേ? പുള്ളിയുടെ പാഷൻ അതായിരിക്കില്ല. ഹീസ് ഹിയർ ഫോർ ഹിസ് ബ്രെഡ്. കുറച്ച് പിള്ളേരുണ്ടാവും കയ്യിൽ. അതെ ഉണ്ടാവും. പിന്നെ ഈ പ്രൊഫസർ ഫേവറേറ്റ് ആയിരിക്കും പിള്ളേരുടെ. ആക്ച്വലി ഇയാള് റീൽസ് ഇടുക അങ്ങനെയുള്ള പരിപാടി ഇതെല്ലാവരും ഉള്ളതാണ്. ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ക്യാരക്ടറാണ്. അപ്പൊ ഇത് ആക്ച്വലി ഇത് അതിന് ഡീറ്റെയിൽ ചെയ്യാമായിരുന്നു എങ്കിലും, പക്ഷെ അതിന് എന്ന് പറയുന്ന സ്പേസ് ഇല്ല. അത്രയും ആർട്ടിസ്റ്റ് ഉണ്ട് ഈ പടത്തിൽ, ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ളൊരു സിനിമയാണത്.
അപ്പോൾ ആ സിനിമയ്ക്കകത്ത് എൻ്റെ റീൽസും കൂടെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം 3.75 മണിക്കൂറാവും. അങ്ങനെ അതുവരെയൊക്കെ പറഞ്ഞു പോകുന്നു. അല്ലെ റീൽസ് നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ ഇടാലോ. ഇനിയിപ്പോ അതിന് അവിടെ വേറെ സെപ്പറേറ്റ് ഓഡിയൻസ് അല്ലെ, എന്താ ആരാധക വൃന്ദമാണ് വിത്ത് ഫാമിലി അല്ലെ. ഭയങ്കര ഇതിനൊക്കെ എപ്പോ സമയം കിട്ടുന്നു? സമയമൊക്കെ നമ്മൾ കണ്ടെത്താണ്. റീൽസും ഈ പറയുന്ന രീതി നമ്മൾ തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണല്ലോ ഇന്നത്തെ കാലം. ഇത് നമ്മൾ കാണുന്നത് മിമിക്രി വേദിയിലെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഷാജേട്ടൻ നമ്മൾ ആദ്യം കാണുന്നത്. ഷാജേട്ടൻ ഈ ലാലേട്ടന്റെ ശബ്ദം എടുക്കാം അല്ലെങ്കിൽ ലാലേട്ടന്റെ ഇത് ചെയ്യാം എന്നൊക്കെ തോന്നുന്നത് അതിന്റെ തുടക്കം എവിടെന്നാ, അതിന്റെ ഒരു സ്റ്റാർട്ടിങ് എവിടെന്നാ? ഞാനൊരു അമ്പലപ്പറമ്പിൽ ഒരു ഗാനമേളയ്ക്ക് അനൗൺസ് ചെയ്തതാണ്. അപ്പം നിവർന്ന് നിന്ന് അനൗൺസ് ചെയ്യാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഡ്രമ്മിൻ്റെ അടിയിലിരുന്നുകൊണ്ട് മൈക്കിൽ അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ ഈ വോയിസ് പുറത്ത് പോകുമ്പോൾ കുറച്ച് സിമിലാരിറ്റി ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ അവിടെ അന്നൊരു മ്യൂസിക് ട്രൂപ്പുകാർ പറഞ്ഞു വോയിസ് ഭയങ്കരമായിട്ട് സാമ്യമുണ്ട്, ലാലേട്ടൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കോളേജിൽ പിള്ളേരൊക്കെ കാണിക്കാൻ വേണ്ടി വെറുതെ തുടങ്ങിയ ഒരു പരിപാടിയാണ്. അതിൻ്റെ ജീവിതമാർഗമായി മാറുമെന്ന് എനിക്കറിയില്ല. അതെ അതെ. അങ്ങനെ ഞാനൊരു സ്റ്റേജിൽ എൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ വരുമ്പോൾ ആരെങ്കിലും ഒരാളെ ടാർഗറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ശരി എന്നാൽ പിന്നെ ഒന്ന് പെർഫോം ചെയ്ത് കളയാണ്ട് ഒരു സ്റ്റേജിൽ ആദ്യമായി ഞാൻ ഇത് പഠിച്ച് ഞാൻ ഒരു ഡയലോഗ് പ്രസൻറ്റ് ചെയ്ത സമയത്ത് ഞാൻ കാണുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ കൈയടി ആദ്യമായിട്ട് കിട്ടുന്ന അവിടെ നിന്നാണ് ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആവാൻ തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര സ്റ്റേജുകളിലെല്ലാം ഞാൻ ഈ ആടുതോമി അതെല്ലാം ഞാനാ കൊണ്ടു തുടക്കത്തിൽ എല്ലാ ഫിഗർ വൈസും. അതിന് ആ സമയത്ത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന വേറൊരാളില്ലായിരുന്നു അല്ലെ. നമ്മൾ ലാലേട്ടന്റെ വോയിസ് എടുക്കുന്ന ഇത് കാണിക്കുന്ന ഒരാളായിട്ട് കണ്ടിട്ടുള്ളത് ഷാജേട്ടനെയാണ് അല്ലെ. അത് പക്ഷെ സിനിമയിലേക്ക് വന്നപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? അത് സിനിമയിലാണ് ബാധിച്ചത്. സിനിമയിൽ ആദ്യകാലത്ത് രസമായിരുന്നു. മിമിക്രി ഒരു പാസ്പോർട്ടാണ് സിനിമയിലേക്കുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബാധക. അപ്പോൾ ഇതൊക്കെ ഇവരുടെയൊക്കെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇവർ വരുമ്പോൾ ഇവരാരെയും മിമിക് എനിക്ക് ഐഡന്റിറ്റി ഇല്ല. ഏത് ഷാജു എന്ന് പറയുമ്പോൾ ആദ്യകാലത്ത് മോഹൻലാൽ ഷാജു എന്നും പിന്നെ അത് കഴിഞ്ഞ ശേഷം പാലക്കാട് ഷാജു എന്നും അങ്ങനെ കറങ്ങിയിട്ടാണ് ഇപ്പോൾ ഷാജു ശ്രീധർ. ഒരുപാട് സമയമെടുക്കും. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഈ ജനറേഷൻ അങ്ങനത്തെ തുടക്കകാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് അതൊരു കുഴപ്പമായിരുന്നു. അപ്പം നമ്മളറിയാതെ നമ്മളെ ഒരിക്കലും വരാൻ പറ്റാത്ത നല്ല വേഷങ്ങൾ കിട്ടാത്ത ഭയങ്കര ഒരു മാനസികമായിട്ട് പ്രഷറായിരുന്നു. എനിക്കിത് ഗുണവും ദോഷവും ആകുമ്പോഴുള്ള വിഷയമുണ്ടായിരുന്നു. പിന്നെ വന്ന് ഇന്നിപ്പോ അതൊക്കെ മാറി. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മിമിക്രി ചെയ്തിട്ടുള്ള ഒരാളാവുമ്പോഴേ ഉള്ളിൽ ഈ സാധനം അങ്ങനെ കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ചുറ്റുമുള്ള ആളുകളെ ഒബ്സർവ് ചെയ്യുക, കൂടെയുള്ള ആളുകളെ മിമിക് ചെയ്യാൻ ശ്രമിക്കേണ്ടാവല്ലോ. ഇവിടെ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? ഇവരുടെ ആരുടെയെങ്കിലും ശബ്ദം മിമിക് ചെയ്യോ? സമയം എന്ന് വെച്ചാലേ ഒരേ സമയം കാണുന്ന ഒരു മിനിമം നമ്മൾ കാരവണ്ണത്ത് 10 പേരുണ്ടാവും. മിനിമം 500 പേര്. അപ്പൊ അതിനകത്ത് ആകെ സെപ്പറേറ്റ് ഉള്ള നരേനൊക്കെ ആയിരിക്കും. ആ റൂമിൽ ഇടിച്ച് കയറി അവിടെയും കയറിയിട്ട് വെള്ളം ഉണ്ടാകും. അപ്പോൾ ഒരു സമയമില്ല, നമ്മളൊരാളെ ശ്രദ്ധിക്കാനുള്ള സമയമില്ല. മിക്ക സ്ഥലത്തും അതുണ്ടാവുമായിരുന്നു. ഒരാളെ പ്രൊഡ്യൂസറെ അല്ലെങ്കിൽ ഡയറക്ടറെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ടാർഗറ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ നടപ്പ്, അവരുടെ കാര്യങ്ങൾ, അവരുടെ സംസാരം, അവരുടെ രീതികളൊക്കെ എടുക്കും. ഇവിടെ അങ്ങനെ അമലിന്റെയൊക്കെ ശബ്ദമൊക്കെ എടുക്കോ? ഇല്ലില്ല. അമലിന്റെ ശബ്ദം അല്ലാതെ തന്നെ ഇല്ല. അവൻ ആ മൈക്കെടുത്തിട്ട് ഏകദേശം തീരാ കഷ്ടപ്പെട്ടാ വളരെ മൈക്കുള്ളതുകൊണ്ടാണ് കേൾക്കുന്നത്. ശരിയാട്ടോ. ഭയങ്കര എങ്ങനെ ഇത്ര ആൾക്കാരെയൊക്കെ അപ്പൊ കൺട്രോൾ ചെയ്യണേ? മൈക്കുണ്ടല്ലോ അത് തന്നെ. മൈക്കിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ? അല്ല നമ്മൾ എന്താ പറയുക, ഇപ്പൊ ക്യാമറയ്ക്ക് പിന്നിൽ നമുക്ക് ഓക്കെ, അല്ലാണ്ട് ഇപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാമറയ്ക്ക് ഫ്രണ്ടിലേക്ക് ആൾക്കാർ. അപ്പം നമുക്ക് ആ ഏരിയയിൽ നമ്മളെക്കാൾ കൂടുതൽ കോൺഫിഡൻസും ആ ഒരു കാലിബർക്ക് ഇവർക്കാണുള്ളത്. അപ്പോൾ അവിടെ ഇവർ പുലികളാണ്, അവിടെ നമ്മളൊക്കെ ചെന്ന എലികളാണ്. ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് കൺട്രോൾ ചെയ്യാനോ കോർഡിനേറ്റ് ചെയ്യാനോ ഡയറക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഓക്കെ, അത് നമ്മുടെ ഏരിയ ആണ്. അതെ, നമ്മുടെ പ്രസ്ഥാനമാണ്. ക്യാമറയ്ക്ക് പുറകിൽ നമുക്ക് കോൺഫിഡൻസ് ആണ്. എനിക്ക് തോന്നുന്നു എത്രയോ പല കേസുകളുണ്ട്. എത്രയോ വലിയ സംവിധായകരൊക്കെ വളരെ സൈലന്റ് ആയിട്ട് വലിയ പടങ്ങൾ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. സത്യത്തിലല്ല വലിയ കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കാൻ കേൾക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊക്കെ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്, ഒരുപാട് സംസാരിക്കുകയും ഇതാവുകയും ചെയ്യും. ഏറ്റവും നന്നായിട്ട് ലിസണറാണ് നരേൻ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേൾക്കും. കേട്ടതിന് ശേഷമാണ് നരേൻ സംസാരിക്കുള്ളൂ. ബാക്കിയുള്ള ആരും അതിന് അനുവാദം നടക്കില്ല. അയ്യോ, അതിനകത്തെന്ന് വെച്ചാൽ ആരും ഇപ്പം ബോബി കുര്യൻ ബാക്കിയുള്ള നമ്മുടെ സംസാരിക്കും. കറക്റ്റ് ആയിട്ടോ. കാരണം ഈ ആർട്ടിസ്റ്റുകൾക്കിടയിൽ അപൂർവം ചില ആൾക്കാർ ഇത്ര പേഷ്യൻസ് കണ്ടിട്ടുള്ളൂ. അത് നരേൻ ഭായിക്ക് ഭയങ്കര പേഷ്യൻസാണ്. നല്ല ഉഗ്രൻ ലിസണറാണ്. ഈ ലിസണറാണോ ഒബ്സർവ് ചെയ്യണമെന്ന് അറിയില്ല. വളരെ ശ്രദ്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇനി അടുത്ത വരുന്ന സിനിമകളൊക്കെ കണ്ടു ചിലപ്പോൾ ഈ ട്രെയിൻസ് ഒക്കെ അവിടെ വരുമായിരിക്കും. ഒരു ചെറിയ പുഞ്ചിരി മുഖത്തുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും സന്തോഷം, നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടല്ലോ. അതെങ്ങനെ സെറ്റ് ആവുന്നു? അല്ലല്ല, പണ്ട് മുതലേ പേഷ്യൻസ് കുറച്ചധികം അച്ഛനും അമ്മയും വളരെയധികം ക്ഷമ ഉള്ള ആൾക്കാരാണ്. അവരുടെ ക്യാരക്ടർ നേച്ചർ തന്നെ അതുപോലെ അതൊന്ന് ഇംബൈബ് ചെയ്തതാണ്. പിന്നീട് പിന്നെ അത് കുറച്ച് കുറഞ്ഞിട്ടുള്ള സിനിമയിൽ വന്നതിന് ശേഷമാണ്.
പക്ഷെ എന്നാലും നമ്മളതൊന്ന് ബാലൻസ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ഈ ക്ഷമയുടെ നെല്ലിപ്പലക ക്രോസ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ പല സിനിമകളും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ക്ഷമ നെല്ലിപ്പല ഇപ്പൊ ആക്ച്വലി ഇല്ലല്ലോ. ഇപ്പൊ കുഴൽക്കിണറായതുകൊണ്ട് നെല്ലിപ്പലയാന്നുള്ള സാധനം പണ്ട് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് അത് ഉള്ളിലുണ്ട് കേട്ടോ. ആ മിമിക്രി ആർട്ടിസ്റ്റ് അവിടെ തന്നെ കിടപ്പുണ്ട്, പോയിട്ടില്ല, എങ്ങും പോയിട്ടില്ല, മിസ്സായിട്ടില്ല. ആക്ച്വലി അതില്ല. ഷാജേട്ടാ എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട്? ഒരു നമ്പർ ഉണ്ടോ? ഒരു 200-നടുത്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്ര എണ്ണത്തിലേ? ഏകദേശം. ഇത്ര എണ്ണത്തിലേ? എന്നിട്ടും പഠിച്ചില്ല എന്നുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ. അതിന് വളരെ നാച്ചുറൽ ആയിട്ട് ഉള്ളിൽ നിന്ന് വന്നതാണ്. അല്ല, എന്റെ മൈൻഡ് വാസ് ഞാൻ ആക്ച്വലി ചിലപ്പോൾ 200 ക്രോസ് ചെയ്തിട്ടുണ്ടാവുന്ന ഞാൻ ഇല്ല. കൂട്ടത്തിലേ, അതായത് ഇതുവരെ മറക്കാത്തൊരു സെറ്റ്, ഞാൻ പറഞ്ഞ ഈ അടുത്ത് ചെയ്തതല്ല, പണ്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പുകളായിട്ട് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഇതുവരെ മറക്കാൻ പറ്റാത്തൊരു സെറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് എന്ന് ചോദിച്ചാൽ ഏത് സിനിമയിലെ എന്താ പറയാ? മിമിക്സ് ആക്ഷൻ 500 ആയിരിക്കും ആദ്യ സിനിമ ആയിരിക്കും. എന്ന് വെച്ചാൽ 10 പേര് മിമിക്രിക്കാർ. ബ്രേക്കിലെല്ലാം നമ്മൾ ഓരോരുത്തർ പെർഫോം ചെയ്യണം. പ്രൊഡ്യൂസർ ഡയറക്ടർ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമ്മൾ കോട്ടയം നസീർ, അബി, ഞാൻ, ഷിയാസ് അങ്ങനെ പെർഫോം ചെയ്യണം. ചിപ്പി, അമ്മ KPS ലളിത, അച്ഛൻ രാജൻ പി ദേവ്, ഇവരുടെ മുന്നിൽ പെർഫോം ചെയ്യണം. ആ കാലഘട്ടങ്ങളിലെ സിനിമകളൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്താണ് ചെയ്യാറില്ല. അന്ന് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഈ സിനിമകളെല്ലാം ബഡ്ജറ്റ് സിനിമകളായിരിക്കും. നമ്മൾ തന്നെ അന്ന് പറഞ്ഞ് കളിയാക്കും, മേക്കപ്പ് പരസ്പരം, ഗതാഗതം വല്ലപ്പോഴും, എല്ലാം പൈസയൊന്നുമില്ല. നമുക്ക് രാവിലെ ഇറങ്ങുക തന്നെ 40 ദിവസം 50 ദിവസം വീട്ടിൽ കിട്ടാൻ വേണ്ടി വീട്ടിൽ വന്നു. പിന്നെ പോസ്റ്റർ കാണാം. അപ്പോൾ പോസ്റ്ററിന് മുന്നിൽ കൂടി 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഇതൊക്കെയാണ്. പക്ഷേ വലിയ പടങ്ങൾ അപ്പുറം നടക്കുന്നുണ്ട്. പ്രിയൻ സാറ്, ജോഷി സാറ്, അങ്ങോട്ടൊന്നും എത്തിപ്പെടാൻ ഷൂട്ടിംഗ് കാണാൻ പോലും എത്താറില്ല. കാരണം ഇതൊരു സിനിമ ഈ ഒരു ഭാഗത്ത് ബിസിനസ് ഫാക്ടറി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. മ്യൂക്രി സിനിമകൾ മാത്രമേ. പിന്നെ എൻജോയ് ചെയ്തൊരു സിനിമ തന്നെ ഹിറ്റ് റോമൻസ് എന്നുള്ള സിനിമ കൊടൈക്കനാൽ. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് ചാക്കോച്ചനും ബിജുമേനോനാണ് ഹീറോസ്. അപ്പോൾ അതിനകത്ത് ഒരു മൺമണ്ണൂർ എന്ന് പറയുന്ന കൊടൈക്കനാൽ 30 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുഴുവൻ അവിടുത്തെ ക്യാരറ്റ് കച്ചവടം ചെയ്യുന്ന തമിഴ് ആൾക്കാരാണ്. അപ്പോൾ ആ എൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ തള്ളുന്ന ഒരു സ്ഥിരമായിട്ട് സ്വന്തം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് വലിയത്, കൂളിംഗ് ഗ്ലാസ് വെച്ച് ഞാൻ നിൽക്കുന്നത് എൻ്റെ കടയുടെ മുമ്പിൽ തന്നെ, എൻ്റെ ഫ്ലക്സ് ടെക്സ്റ്റൈൽസിൻ്റെ. അപ്പോൾ കാറിൽ ബിജുമേനോനും ചാക്കോച്ചനും ഞാനും ഒക്കെ വന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വരുമ്പോൾ ഭയങ്കര കയ്യടിയായി. ഈ തമിഴ് ആൾക്കാർ വിചാരിക്കുന്നത് ഞാനാ ഹീറോ എന്ന് വിചാരിച്ചു. ഈ ഫ്ലക്സിൻ്റെ ഒറ്റ ബലം. അപ്പോൾ ഇവരെല്ലാവരും എന്നെ നോക്കൊരു കാര്യമില്ല. എന്തോരം കഥകളായിരിക്കും. പിന്നെ ഈ മൊത്തത്തിൽ നല്ല ശമ്പളമൊക്കെ ആവുന്നതിന് മുന്നേ ഈ 300 രൂപ ബലത്തിലൊക്കെ എങ്ങനെ ഒളിച്ചോടിയപ്പോ? ശമ്പളമൊന്നും ഇപ്പോഴും ഇല്ല അങ്ങനെ കാര്യമായിട്ട്. ഇതൊക്കെ വെറുതെ പറയുന്നത്. ഇത് ശമ്പളം എന്നൊക്കെ പറയുന്നത് ചോദിച്ചു നോക്കൂ. അതെന്താ അമലെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അടുത്ത ആഴ്ച ED അങ്ങോട്ട് ഉള്ള വീട്ടിൽ കയറുണ്ട്. ഇൻകം ടാക്സ് നാണം കേട്ട് പൊതിരിച്ചു ചമ്മി പോകുന്നല്ലേ. കാര്യം അറിയിക്കണ്ട, ആരോടും പറയണ്ട, പൊക്കോ വന്ന് ചായ കുടിച്ചു ഒരു 1000 നമുക്ക് വെച്ച് തന്നിട്ടല്ലേ. ഇപ്പൊ ഇതില് ഓഡീഷൻ കോളൊക്കെ ഉണ്ടായിരുന്നില്ല ആഗസ്റ്റിന്റെ സമയത്ത്? അത് ഈ കോളേജ് സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അല്ലെ? അതിൽ ഫ്രഷേഴ്സ് ആയിട്ട് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് അവരെല്ലാം ത്രൂ ഔട്ട് നിൽക്കുന്ന ക്യാരക്ടേഴ്സ്. അപ്പൊ നമുക്ക് അത്യാവശ്യം പെർഫോം ചെയ്യുന്ന കുറെ ആൾക്കാർ വേണമായിരുന്നു. അങ്ങനെ ഒത്തിരി ഉണ്ട്. ഒരു നല്ലൊരു അല്ലെ ഒരു അത്യാവശ്യം കുറെ 10-15 പേര് കുറെ പേരുണ്ട്. ഇപ്പൊ ഈ ഓഡീഷൻസിന് സ്ഥിരമായി പോകുന്ന, ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്ന കുറെ ആൾക്കാർ നമ്മളെ കാണുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഓഡീഷൻസ് നടത്തിയ ഒരു ഡയറക്ടർ എന്ന നിലയിൽ വാട്ട് നോട്ട് ടു ഡു ഇൻ ആൻ ഓഡീഷൻ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? അല്ല, വാട്ട് നോട്ട് ടു ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ചാൻസ് എടുക്കലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാം, ഒരു 100% ഓഡീഷൻസ് നടക്കുകയാണെങ്കിൽ ഒരു 90% പാർട്ട് ഓഫ് പ്രൊമോഷനും അല്ലെങ്കിൽ ഒരു മറ്റ് അജണ്ടകളുണ്ട്. അതിൽ 10% മാത്രമാണ് ജെനുവിൻ ഓഡീഷൻസ് ഉണ്ടാവുക. പക്ഷേ ഈ ബാക്കിയുള്ള ഈ ഫേക്കായിട്ടുള്ള 90% ബാക്കി ഓഡീഷൻസും ഒരു പ്രതീക്ഷയോടെ ഇവരൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ഇനി എങ്ങാനും ബിരിയാണി കൊടുത്തിട്ടുണ്ടെന്ന് ഓർത്താണ് ഇവരെല്ലാം വരുന്നത്. അതെ. പക്ഷേ ജെനുവിനായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നൊരു പോയിന്റാണത്. നമ്മുടെ ജെനുവിനാണ് 100% നമ്മുടെ ജെനുവിനായിരുന്നു. നമ്മൾ ഓഡീഷന് വന്ന ആൾക്കാരെ കുറേ പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫുകളൊക്കെ നമുക്കുണ്ട്. അപ്പം നമുക്കൊരു 10-15 പേരോളം നമ്മൾ ഓഡീഷനിൽ എടുത്ത കുറേ സ്റ്റുഡൻസ് നമ്മുടെ പടത്തിൽ ത്രൂ ഔട്ടുണ്ട്. ട്രൈ ചെയ്യാന്നുള്ള, അതിന് വേറെ ഒന്നുമില്ല, ട്രൈ ചെയ്യാന്നുള്ള, വാട്ട് നോട്ടോടൊന്നുമില്ല, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിൻ്റെ അകത്ത് ഫേക്ക് ഏതാണ് ജെനുവിൻ നമ്മൾ തിരിച്ചറിയുന്ന സെൻസ് നമുക്ക് ഉണ്ടാവുമെന്ന് മാത്രമേ ഉണ്ടാവില്ല. ഓക്കെ, ശരി. ഈ നരേൻ എന്ന് പറയുമ്പോഴേ ഇപ്പം നരേൻ്റെ ഇപ്പോഴത്തെ, അതായത് എക്കോടെ ഇൻക്ലൂഡിങ് എക്കോടെ പ്രൊമോഷൻ സമയത്ത്, തിയേറ്റർ വിസിറ്റിൻ്റെ ഒക്കെ സമയത്ത് ഈ റീലുകൾ ഇറങ്ങുമ്പോൾ അതിൽ പാട്ടുകൾ 2 പാട്ടുകളാണ് വരിക. ഒന്നില്ലെങ്കിൽ ശ്വാസത്തിൻ നാളം, അല്ലെങ്കിൽ എൻ്റെ കൽബിൽ. ഈ അതായത് അത് അവിടെ സെറ്റാണ്. അതിന് എനിക്ക് തോന്നുന്നു എത്ര സിനിമകൾ ചെയ്താലും ഈ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വരുള്ളൂ. വലുത് അതിന്റെ മുകളിലേക്ക് വെക്കാൻ എന്തെങ്കിലും വേണ്ടി വരും. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ സാധനമായിരുന്നു. നല്ല രസമുള്ള, അത്രയും സെലിബ്രേറ്റ് ചെയ്ത 2 പാട്ടുകളാണ്. കോളേജിൽ പോയപ്പോൾ നരേൻ പോയിട്ട് പാടാൻ പറഞ്ഞ പാട്ടാണ് സ്റ്റുഡൻസ്. അതെന്താ വെച്ചാൽ അത് എനിക്ക് തോന്നുന്നില്ല ഇത് മാറില്ലായിരിക്കും. അപ്പം പക്ഷെ അത് നല്ലതല്ലേ, ഇരുന്നോട്ടെ. അതൊക്കെ റെയർ ആയിട്ട് ഒരു ആക്ടർക്ക് കിട്ടുന്ന ഒരു ഇതാണല്ലോ. അപ്പം നമുക്ക് ആ പാട്ടിന് ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും. റിയൽ ലൈഫിൽ വാട്ട് ഈസ് യുവർ മെമ്മറി? ചൂൻ്റെ അമ്മയിൽ പാട്ടിൽ
ഞാൻ ഈ മീരയായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ബൈക്ക് തള്ളിപ്പോണ രംഗമുണ്ട് ഈ പെട്രോളില്ല. പാലത്തിന്റെ മുകളിൽ കൂടെ. അപ്പം അന്നും കൂട്ടുകാർ ചോദിച്ചു, നീ പറഞ്ഞിട്ടാണോ ഈ സീന് സാർ ഇട്ടത്, നീ സജസ്റ്റ് ചെയ്തതാണോ? കാരണം ഞാൻ അങ്ങനെ പോകുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് പിള്ളേർ. അപ്പോൾ പിന്നെ ആ ഫ്രണ്ട്ലി നേച്ചേർഡ് ക്യാരക്ടർ എന്നിലുണ്ട്. അച്ചുവിൻ്റെ അമ്മയിലത്തെ ഇജോ ഇസ് പാർട്ട്ലി എൻ്റെ ഒരു കുറച്ചൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അയാൾ അങ്ങനെ. അപ്പോൾ ദാറ്റ് വാസ് വെരി മച്ച് റിലേറ്റബിൾ എനിക്ക് ഇജോ. അപ്പോൾ അതുപോലെ പാട്ടിൽ വേറൊരു കാര്യം ഞാൻ സത്യൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചതാണ്. മറ്റേ ഇളനീര് ഇതാക്കുന്ന നേരത്ത് ഞാൻ സാർ ഈ കാർഡ് ഇത്, അപ്പോൾ അവിടെ പറയുന്നുണ്ട് കാർഡ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കേണ്ടെന്ന്. അന്ന് ഇത് വന്നിട്ടില്ല, GP വന്നിട്ടില്ല, ഇപ്പം പറ്റും. അപ്പോൾ അന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ അന്നത് വേണോ, കാരണം അത് ഓവറാവില്ലേ എന്നുള്ളൊരു ഇതൊക്കെ. കാരണം ഇജോന് ചെയ്യാം, ഇയാളുടെ ഒരു കുറച്ച് ചെയ്തു നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു 1-2 ഇത് ഭയങ്കരമായിട്ട് ഓർമ്മയിലുണ്ട്. പിന്നെ ക്ലാസ്മേറ്റ്സിൽ മുരളി ബേസിക്കലി എഗെയിൻ എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. ഞാൻ ആ കുട്ടീനെ ഇമ്പ്രസ് ചെയ്യാൻ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഒറ്റ വ്യത്യാസം എന്താ വെച്ചാൽ ക്ലാസ്മേറ്റ്സിൽ പലവർക്കും മറ്റേ സുഹൃത്തുക്കൾക്ക് ആർക്കും അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു ലവ് സ്റ്റോറി ഉണ്ടെന്ന്. എൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയായിരുന്നു. ഇതിലൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാനും ഈ പറഞ്ഞ പോലെ പല പാർട്ടിക്കാരും എന്നെ അവിടെ അതിന് വിളിക്കും, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ എന്തിനെങ്കിലും വിളിക്കാറുണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റേതിൽ പൃഥ്വിയും ജയനും ചെയ്ത ക്യാരക്ടേഴ്സിന് പോലെ. അപ്പോൾ അതും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിച്ചത് കേരളവർമ്മ കോളേജിലാണ്, ഇത് CMS കോളേജിലാണ് ഷൂട്ട്. ഏകദേശം ക്ലാസ് റൂംസ് ഒക്കെ ഒരേപോലത്തെ. സോ ഇറ്റ് വാസ് ലൈക്ക് റീലിവിങ് ഇറ്റ്. ഏത് പാട്ടാ പെൺകുട്ടീനെ ഇംപ്രസ് ചെയ്യാൻ പാടിയിരുന്നത്? പലതും നോക്കി ഒന്നും വർക്കൗട്ട് ആയില്ല. കേരളവർമ്മ കോളേജിലല്ലേ, ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഊട്ടിയുള്ള സ്ഥലം. ഞങ്ങളിപ്പോൾ വേദ എന്നൊരു പടത്തിൽ ആ സ്ഥലത്തെക്കുറിച്ച് കഥ പറയുന്നത്. ആണോ? പക്ഷേ ആ സ്ഥലം ഞങ്ങളൊക്കെ പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പോഴേക്കും ഊട്ടി ഒന്ന് സ്ട്രിക്റ്റ് ആക്കി. ഊട്ടിയിലേക്ക് പോകാനുള്ള റെസ്ട്രിക്ഷൻസും മുമ്പത് ശരിക്കും പ്രണയിക്കുന്നവർക്ക് കോളേജിന് പുറകിൽ ഊട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. വിളിക്കുന്ന ഒരു ചെറിയ കുളിർമയുള്ള സ്ഥലത്തിനാണ് ഊട്ടി എന്ന് പറയുന്നത്. മരങ്ങളൊക്കെ ഉള്ള. ഊട്ടിയിൽ എന്തും നടക്കാം, അല്ലെങ്കിൽ വളരെ റിലാക്സ് ആക്കിയിട്ടുള്ള. പിന്നെ അത് കുറച്ച് റെസ്ട്രിക്റ്റഡ് ഒക്കെ നടക്കുന്നില്ല. ഇപ്പോഴും കുറേ വർഷങ്ങളായി അത് കുറച്ച് അടച്ചിട്ടേക്കാണ്. കഷ്ടായിപ്പോയല്ലോ. അപ്പൊ പാട്ട്, ഒരു പാട്ട് ഇതിലിപ്പോ ക്രിസ്മസ് പാട്ട്, ഓണത്തിനൊരു പാട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കാണല്ലേ. അടുത്ത വിഷു പെരുന്നാളൊക്കെ പാട്ടുകൾ കിട്ടാതെ കിട്ടട്ടെ, പാട്ടുകൾ വരട്ടെ, ഇതൊക്കെ റീപ്ലേസ് ചെയ്ത് പോകട്ടെ. ഇതിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഈ ഞാൻ ഇതിൽ ഒരു പ്രൊഫസറായിട്ടാണ്, സൂരജ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പൊ അതിന് ഒരു റെസ്ട്രിക്ഷൻ, ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, ഒരു പ്രൊഫസർ ആവുമ്പോൾ എങ്ങനെ ആവാം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്തായാലും പാട്ടുകളിൽ ഉണ്ടാവും. ലൈക്ക് ഈ കാൺ ബി ലൈക്ക് ഭയങ്കര ജോവിയലായിട്ടോ അല്ലെങ്കിൽ മറ്റേ പാട്ടുകൾ പോലെ ആക്കാൻ പറ്റില്ല. അതിലെ ഡാൻസ് ഒന്നും അത് ചെയ്യാൻ പാടില്ല. മാത്രമല്ല ക്യാരക്ടറും അങ്ങനെയാണ്. ഇയാള് ഇതും വളരെ സട്ടിലായിട്ടൊരു നല്ലൊരു മനുഷ്യനല്ലേ. അങ്ങനെയല്ല അല്ല. പക്ഷെ ഇതില് സൂരജിന് ആക്ച്വലി കോളേജിൽ വരുന്നു, ഇയാള് മീറ്റ് ചെയ്യുന്നു, ഹി ബിക്കംസ് ഫ്രണ്ട്ലി. ബട്ട് ദർ ഇസ് ചില കാര്യങ്ങളിൽ ഇയാൾ ഇൻവോൾവ് ആവണു, കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആവണു. ദർ ഇസ് എൻ അജണ്ട ഓൾസോ എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കഥയുടെ ഉള്ളിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെ അങ്ങനെ അതൊരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ പറയുന്നു എന്നുള്ളത്. ബട്ട് ദർ ഇസ് സംതിങ് ഇൻസൈഡ് ഇറ്റ്. അതാണ് ഈ പടത്തിൻ്റെ ഒരു USP. ഇപ്പൊ ഈ ഗുമസ്തലിനാണെങ്കിലും ബാങ്കിങ് അവേഴ്സിലാണെങ്കിലും there is a thriller element. ഇതിലുണ്ടോ അങ്ങനെ? അതോ ഇത് കംപ്ലീറ്റ്ലി ഒരു എന്റർടൈൻമെന്റ്? ഇല്ല, ത്രില്ലറിനെക്കാട്ടിലും ഒരു സീരിയസ് മൂഡ് കഥ പറയുന്ന ഒരു ഏരിയകൾ കുറച്ച് ത്രില്ലർ അല്ല. ഇത് ആക്ച്വലി ഒരു ഫീൽ ഗുഡ്, ഒരു ലൈറ്റ് ഹ്യൂമർ പോകുന്ന ഒരു കഥയാണ്. ഒരു സീരിയസ് മൂഡ് ആ ഏരിയയിൽ എത്തിയിട്ടില്ല. കാരണം അത് ക്യാമ്പസിന് പുറമെയാണ്. ഷൂട്ടിങ്ങിലായിരുന്നു. അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ശരിയായിരിക്കും, കാണുമ്പോ ഇതായിരിക്കുമല്ലോ. ഇത് അങ്ങനെ ഒരു ടോട്ടൽ ഡിഫറെന്റ് ഒരു സ്പേസ് ഉണ്ട്. ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത്. അവിടെയാണ് നമ്മുടെ അജു ഒക്കെ വരുന്നത്. കോളേജിൽ ഒരു കാസ്റ്റ് ഉണ്ട്. ആരെ കുറിച്ച് മെൻഷൻ ചെയ്തോട്ടോ. പിന്നെ തീർച്ചയായും ഇവരെ കൂടാണ്ട് ജയ്സേട്ടൻ, ഗുമസ്തനിൽ ജയ്സേട്ടൻ ഉണ്ട്, അജു വർഗീസ്, രഞ്ജി പണിക്കര്, ബോബി ചേട്ടൻ, പണിയിലെ ബോബി ചേട്ടൻ, ബോബി കുര്യൻ, വിജയരാഘവേട്ടൻ. ഇവര് ഒരു നല്ലൊരു എന്താ പറയുക, ഒരു സ്റ്റാർ കാസ്റ്റ്. ഷാജി കൈലാസ് സാറിന്റെ മോനെ അഭിനയിച്ചു. നായികയോ? റോസ്മിൻ. പുതിയ ആളാ? റോസ്മിൻ ആക്ച്വലി റോസ്മിന്റെ സെക്കൻഡ് റിലീസാണ്. ഫസ്റ്റ് പടം ദിലീപേട്ടന്റെ പവി കെയർ ടേക്കർ ആയിരുന്നു.
അപ്പം അതിലൊരു ക്യാരക്ടർ സെക്കൻഡ് റിലീസാണ് മലയാളത്തിൽ. തമിഴും കന്നഡയ്ക്ക് ഏതോ പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 10th പഠിക്കുമ്പോഴേ ഓട്ടോഗ്രാഫിൽ മറ്റേ ഇത് എഴുതി കൊടുത്തില്ല, ഇനി എൻ്റെ ഫസ്റ്റ് സിനിമ തിയേറ്ററിൽ റിലീസ് ആവുമ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന്. ആ ഫ്രണ്ട്സ് ആരെങ്കിലും ഗുമസ്തൻ കാണാൻ തിയേറ്ററിൽ വന്നിട്ടുണ്ട്? പിന്നെ അവരെല്ലാവരും വന്നിട്ടുണ്ട്. ആണോ? അവരെല്ലാവരും നമ്മുടെ ഓരോ പടങ്ങളും ഓരോ അപ്ഡേറ്റ്സും അവർ ഫോളോ അപ്പ് ചെയ്യുന്നാലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്ഥിരം ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ അത് ആക്ച്വലി എനിക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാം. ഒരു പ്രത്യേക സുഖമാണ് ഫീൽ ആണത്. അത് ആക്ച്വലി അന്ന് നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ നമുക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല എന്താവും എന്നൊക്കെ പറയുന്നു. അവരൊക്കെ നീർക്കിട്ടല്ലേടാ ഷാജി റീൽസ് ഒക്കെ കാണൂലിരുന്ന്. ഷാജിയുടെ ഭയങ്കര രസം. ഷാജിന് ലൊക്കേഷനിലേക്ക് കുറേ കോമഡി വിറ്റുകൾ ഇദ്ദേഹത്തിനുണ്ട്. ഭയങ്കര രസം. നമുക്കൊരു 10 മിനിറ്റ് പുള്ളിയോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാനും. എൻ്റെ അടുത്ത് വൈഫ് ചോദിക്കും, ഈ എൻ്റെ റീൽസ് ഓപ്പൺ ചെയ്ത ഹ്യൂമർ മാത്രമായിരിക്കും. അപ്പം എന്തെങ്കിലും നിങ്ങളുടെ മാത്രം വരണം, ബാക്കി അവരുടെ മുഴുവൻ വിഷമവും ദുരന്തവും ഭാര്യ അടിച്ചിറക്കിയതും. കാരണം വെച്ചാൽ പെണ്ണുങ്ങൾ അതല്ലേ കൂടുതൽ സെർച്ച് ചെയ്യുന്നത് എവിടേക്കാണ്. അല്ല ചില ഞാൻ എൻ്റെ വീട്ടിലെ കഥയല്ല. അപ്പം എന്ന് വെച്ചാൽ അവർ പറയുമ്പോൾ ചെറിയ സെന്റിമെന്റ്സ്, അവരുടെ കാര്യങ്ങൾ, വിഷയങ്ങൾ, മക്കളെ വളർത്തുന്ന രീതികൾ, അടുക്കളയിൽ കുക്കിംഗ് സാധനം, ഇതാണ്. അപ്പോൾ അവർക്ക് വരുന്നതല്ല അതാ. നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് അങ്ങനെയല്ലേ. പിന്നെ അങ്ങനെയാണ്. അപ്പോൾ മുഴുവൻ ഹ്യൂമറിലൂടെ നമ്മളെപ്പോഴും അങ്ങനെ. ഇപ്പം നമ്മളിരിക്കുമ്പോഴും നമുക്കതാ ഇഷ്ടം. അപ്പോൾ എത്ര സീരിയസ് ആയിട്ട് ഇപ്പോൾ എന്നെ ഒരുപാട് ഗുമസ്തനിൽ ഓരോ സമയം ചേട്ടാ ക്യാരക്ടർ പറയുന്നത് ഞാൻ പോലീസ് ഓഫീസർ വലിയ സീരിയസ് ആയിട്ട് ഞാൻ പറയണേ, ഇത് ഇന്നത്തോടെ ഞാൻ നിന്നെ തീർക്കുമെന്ന് പറയുന്ന സമയത്ത് പറയുന്നത് അതിന് അത് നിർത്തുന്ന കട്ട് പറയുന്ന പിന്നെ വേറെ പിന്നെ സംസാരിക്കുന്ന മാറും. അപ്പൊ എന്ന് പറഞ്ഞ ചേട്ടാ മറ്റേ നേരത്തെ അത് പിടിക്കണേ. ഞങ്ങൾക്ക് ഇതിനകത്ത് സുഖം എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഒരു ആഘോഷം മൂഡ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത്ര സീരിയസ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എനിക്ക് ക്യാരക്ടർ ഇറക്കുറ അങ്ങനെയാന്ന് തോന്നുന്നല്ലേ. മോള് സിനിമയിലേക്ക് ഇറങ്ങുന്നു, അപ്പം ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ്, അതായത് 200 സിനിമകൾ ചെയ്തതിൽ നിന്ന് ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളതിൽ മോളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? മോളുടെ ശരി ഒരുപക്ഷെ എനിക്ക് തെറ്റും, എൻ്റെ ശരി തിരിച്ചായിരിക്കും. കാരണം വെച്ചാൽ അവൾ പറയുന്നത് അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ ധാരണയോടുകൂടിയാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. ഈ സിനിമ ഇങ്ങനെയാണെന്നും, ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആവുന്നു, ഇതിൻ്റെ കുഴപ്പം ഇതാണെന്നും, ഇതിൻ്റെ ക്യാമറ ഇതാണെന്നും, എഡിറ്റിംഗ് ഇതാണെന്നും. നമ്മുടെ കാലത്ത് വല്ലതും അറിയാമോ? ഷാജുവിനിടയ്ക്ക് പറയാറുണ്ട്, ഏത് സിനിമ മൂപ്പർ അഭിനയിച്ചിറങ്ങിയാലും പുള്ളിക്ക് ഏറ്റവും വലിയ പേടി അത് തീർത്തിറങ്ങുന്നില്ല, ഈ കാലിൻ്റെ കൈ ഇങ്ങനെ ഇടിക്കുക. എന്താ വെച്ചാൽ ഇവരൊരു അഭിപ്രായം കാണിച്ച എന്തോ കാണിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ. അപ്പം നമ്മളെ ശരിക്കും ഇപ്പോഴത്തെ പിള്ളേരല്ല, പെൺപിള്ളേർ ഒരു രക്ഷയില്ല. ഏറ്റവും ചെറിയ ആള് 9th പഠിക്കുന്നത്. പക്ഷെ ഓരോ സിനിമ കണ്ട സമയത്ത് കറക്റ്റായിട്ട് 9th തന്നെയല്ലേ പഠിക്കുന്നത്? ആ 9th പഠിക്കുന്നത്. ഇന്റർവ്യൂല് മാറിപ്പോയി. അപ്പൊ ഇന്നലെ എക്കോ എന്ന് പറയുന്ന ഈ സിനിമ 2ാമത്തെ പ്രാവശ്യം കാണണം. അപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും എനിക്ക് ഡൗട്ട്സ് ഉണ്ടാവുന്ന ഏരിയകൾ പോലും മൂത്താൾ കറക്റ്റായിട്ട് ഇറങ്ങി വരുമ്പോൾ ഇന്നതാണ് കാര്യങ്ങൾ പറയുക. അവരപ്പോൾ എത്ര ഇതായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അവർ സിനിമയെക്കുറിച്ച് ധാരണയുണ്ട്. നമ്മളൊന്നും പറഞ്ഞു നമുക്കൊന്നും അറിയില്ലായിരുന്നു. നമ്മളീ പറയുന്ന പണ്ട് ഫിലിം ഓടുന്ന സൗണ്ടിന്റെ ഓടുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിലാണ് ഇവിടെ ഹാർട്ട് ബീറ്റ് അടിക്കുന്നത്. കാരണം വെച്ചാൽ ഫിലിം വേസ്റ്റ് അല്ലേ, ഡിജിറ്റൽ അല്ലല്ലോ. പിന്നെ ഒന്നും വേണ്ടാതെ ആ സിനിമ ഇന്നസെന്റ് ചെയ്ത് കറക്റ്റാണ്. വന്നിട്ട് ആ ക്ലാപ്പ് അടിക്കുന്ന സമയത്ത് ആ ഡയലോഗും പോവും. ചോക്കിന്റെ പൊടി മുഖത്തേക്ക് പറക്കും. അത് കറക്റ്റ് ആയിരുന്നു. അടിയുടെ ശബ്ദം എങ്ങാനും കൂടി കഴിഞ്ഞാൽ പണി പാളി തീർന്നു. ലെങ്തി ഡയലോഗ് ആണെങ്കിൽ പറയേ വേണ്ട. ഗുമസ്തൻ 2ാം ഭാഗം ഇറങ്ങുന്ന അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിപ്പോ കുറെ പേര് ചോദിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ പേര് ചോദിക്കുന്നുണ്ട്. ഗുമസ്തൻ കണ്ട് ഇഷ്ടപ്പെട്ട പലരും ചോദിക്കുന്ന കാര്യം. പക്ഷേ ഞങ്ങൾ എൻ്റെ സ്ക്രിപ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല. സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഒഫീഷ്യലി അറിയിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇത് ഇറങ്ങി ഞങ്ങൾ തിയേറ്ററിൽ കണ്ട് ഇതൊരു ആഘോഷമായി മാറട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.